രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിന്റെ കൂടി ഭരണഘടനയുടെ പിൻബലത്തോടു കൂടി പാസാക്കിയ തൊഴിലുറപ്പ് നിയമം NREG, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ആ നിയമത്തിന്റെ കടക്കൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് കത്തിവെച്ചിരിക്കുകയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട സ്ത്രീകളടക്കമുള്ള ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് 100 ദിവസത്തെ ജോലി മിനിമം നൽകണമെന്നുള്ള പാർലമെന്റ് പാസാക്കിയ നിയമമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ BJPയുടെ ഗവൺമെന്റ് ഇല്ലാതാക്കിയത്. ഏറ്റവും അപമാനകരമായ, ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു നടപടിക്രമമാണ് നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ സ്വീകരിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ, വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയാണ്. ആ കൃഷി എന്ന് പറയുമ്പോൾ സീസണാണ്. ആ സീസണിൽ മാത്രം ലഭിക്കുന്ന തൊഴിൽ കൊണ്ട് ഉപജീവനം നടത്തണമെന്നുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിന്നതിന്റെ ഫലമായിട്ടാണ് ഇടതുപക്ഷ പാർട്ടികൾ കൂടി പിന്തുണ കൊടുത്തിരുന്ന 1ാം UPA ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ് ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു കരിനിയമം പാസാക്കിക്കൊണ്ട് ഇല്ലാതായിരിക്കുന്നത്. തീർച്ചയായും ഈ നിയമം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും വളരെ അപകടകരമാണ്. അതോടൊപ്പം തന്നെ 100% കേന്ദ്രവിഹിതമായി ലഭ്യമാക്കിക്കൊണ്ടിരുന്ന ഈ ഫണ്ട്, ഇതിനാവശ്യമായിട്ടുള്ള സമ്പത്ത് ഇന്നിപ്പോൾ 60-40 എന്ന തോതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 40% സംസ്ഥാനങ്ങൾ വഹിക്കണം, 60% കേന്ദ്രം തരും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി പദ്ധതിയെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇന്നിപ്പോ ഈ നിയമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഓരോ ദിവസം കഴിയുമ്പോഴും ഫണ്ടുകൾ വെട്ടിക്കുറക്കുകയാണ്, നമ്മുടെ വായ്പ എടുക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയാണ്, പല കേന്ദ്ര പദ്ധതികളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയും നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയും ഗുരുതരമായി ബാധിക്കുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് വൻതോതിൽ നമ്മുടെ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റും, അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻതോതിൽ ഷെയറുകൾ വിറ്റും വൻതോതിൽ പണം സമാഹരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളെ വൻതോതിൽ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ സമീപനങ്ങൾക്കെതിരായി നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഈ പ്രതിഷേധം കൂടുതൽ ശക്തമായി കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് പ്രധാനമായും സൂചിപ്പിക്കാറുള്ളത്. CPIM-ന്റെ കൊട്ടിയം ഏരിയ കമ്മിറ്റി അംഗമാണ്, നെടുമ്പലയിലെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. നിർഭാഗ്യകരമെന്ന് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിലെ പാർലമെന്റിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. പാർലമെന്റിലെ ഏതവസരത്തിലും എന്തിനും ചോദിക്കാനും പറയാനും സംസാരിക്കാനും അവകാശമുള്ള പ്രതിപക്ഷ നേതാവ് ആ പാർലമെന്റിൽ ഇല്ലായിരുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ അവസ്ഥയും നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് കണ്ടതാണ്. അദ്ദേഹം വിദേശത്തേതോ സ്വകാര്യ സന്ദർശനത്തിന് പോയി എന്നാണ് നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും എല്ലാം കണ്ടത്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുത്ത അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഇത്രയും ഒരു കനത്ത നിയമം പാസാക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളും പാർലമെന്റിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ അംഗങ്ങളുമെല്ലാം ആ ബില്ലുകൾ വലിച്ചുകീറി നമ്മുടെ സ്പീക്കറുടെ ഡയസിലേക്ക് എറിയുന്ന ചിത്രമടക്കം നമ്മൾ ടെലിവിഷനിലൂടെ കാണുകയുണ്ടായി. ഈ പ്രക്ഷുബ്ധമായ രംഗം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ഇല്ല എന്ന ഏറ്റവും ഖേദകരമായ, ഏറ്റവും പ്രതിഷേധാർഹമായ സന്ദർഭവും ഉണ്ടായ സാഹചര്യമാണിത്.